യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇനി ഇങ്ങനെ വിട്ട പറ്റില്ല മായേ. 3 മാസത്തിനുള്ളിൽ ഭാമയും അമ്മയും മറ്റൊരു വീട്ടിലേക്ക് മാറ്റണം. അതാ അമ്മ നല്ലത്. എന്നാലേ അവർക്കും ജീവിതത്തിൽ ഒരു ഗൗരവം ഉണ്ടാവുള്ളൂ. അവയുടെ ഇഷ്ടം അതാണല്ലോ. ഇന്നും ഭാമയെ കൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോ നമ്മൾ വിടില്ല എന്ന് പറഞ്ഞതിന്റെ ദേഷ്യം ഭാമ പ്രസവിച്ചു എന്നറിയുമ്പോ മാറിക്കോളൂ. ഭാമയെ അവരോടൊപ്പം വിട്ടിരുന്നെങ്കിൽ എന്തായിരുന്നെ അവസ്ഥ? ഞാൻ കരുതിയത് പെണ്ണിന് സിസേറിയൻ വേണ്ടി വരുന്ന. അവിടെയും ദൈവം തമ്പുരാൻ കാത്തു. ഇതിപ്പോ 2 ദിവസത്തിനുള്ളിൽ വീട്ടിൽ പോവാലോ. അതെ അമ്മ. സേതുവേട്ടനയച്ചു. ഏട്ടാ മോളെ, ഭാമ പ്രസവിച്ചു. പെൺകുട്ടിയാ മോള. ആണോ ഏട്ടാ? ചേച്ചി, ഭാമച്ചി പ്രസവിച്ചു. മോള ആണോ? സേതുവേട്ടാ, അവള് സുഖമായിട്ടിരിക്കുന്നോ? സുഖായിരിക്കുന്നു. നോർമൽ ഡെലിവറിയാ. മോളെ കണ്ടോ സേതുവേട്ടാ? ഇല്ല, മോൾ NICU-ല. ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നാ ഡോക്ടർ പറഞ്ഞു. ഓ, എത്ര പറഞ്ഞാലും സമയത്തിന് ആഹാരം കഴിക്കില്ലല്ലോ അവള്, അതുകൊണ്ടായിരിക്കും. പേടിക്കാനൊന്നും ഇല്ലെന്നും പറഞ്ഞു. ഇത് മിക്കവാറും കുട്ടികൾക്ക് ഇപ്പൊ സംഭവിക്കാറുണ്ടെന്നാ സിസ്റ്റർ പറഞ്ഞേ. ഈ പറഞ്ഞത് തന്നെയാ പ്രധാന കാരണം. ഭാമയ്ക്ക് പിന്നെ മാനസികമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാവുന്നല്ലേ. ഭരത്തിനെ ഇപ്പോഴും വിളിച്ചപ്പോഴും സ്വിച്ച് ഓഫ് ആ മോളെ. അവൻ ബുദ്ധിപൂർവ്വം തന്നെ നേരത്തെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുക. ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഭാമ ഇപ്പോഴും മാനസികമായിട്ട് നല്ല വിഷമത്തിലാ മോളെ. അവളുടെ ഭാവിയില് എനിക്ക് നല്ല ആശങ്കയുണ്ട്. അക്കാര്യത്തിലൊന്നും ഒരു ടെൻഷനും വേണ്ട. അഭിയെ നമുക്കറിയില്ലേ, അവനിപ്പോ ഒരു അച്ഛനായിരിക്കാം. അതെ.